ഈ പ്രാവശ്യം വസുവിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. മിണ്ടാതിരുന്ന് ശിവാനിയുടെ അഖിലിന്റെ വിവാഹ നിശ്ചയം കണ്ടോണ്ടിരിക്കേണ്ടി വരും. ആ വസു ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്ന ജാതിയൊന്നല്ല. അവള് വിചാരിച്ച കാര്യം നടക്കാനായിട്ട് എത്ര ദൂരം വേണേലും പോകും. എങ്ങനെങ്കിലും ഈ നിശ്ചയം അവള് തടഞ്ഞിരിക്കും. അതെങ്ങനെ? അഖിലേട്ടനെ സമ്മതിച്ചതാണല്ലോ. മുത്തശ്ശി പോലും നമുക്ക് വാക്ക് വന്നതാ. വസു ആന്റിക്ക് എൻഗേജ്മെന്റ് എങ്ങനെ തടയാൻ പറ്റുമെന്നാ? അഖില് താല്പര്യമില്ലാതെ സമ്മതിച്ചത്. പിന്നെ നിന്റെ മുത്തശ്ശി ഏത് വായ കൊണ്ടാണോ നിനക്ക് വാക്ക് തന്നത്, അതേ വായ കൊണ്ട് തന്ന വാക്ക് നിന്റെ മുത്തശ്ശി തന്നെ തിരിച്ചെടുക്കുന്ന രീതിയിൽ ആ വസുന്ധര എന്തേലും ചെയ്യും. അവളൊന്ന് വിചാരിച്ച നടക്കാത്തതായിട്ടൊന്നുമില്ല. അത് സത്യമാണ് കുഞ്ഞമ്മേ. അത് മാത്രമല്ല, അഭിച്ചേട്ടൻ, ഭാസ്കരേട്ടൻ, ഭാവന ചേച്ചി എല്ലാവരും വസു പറയുന്നതേ കേൾക്കൂ. അതുകൊണ്ടാ നാളെ നിശ്ചയം കഴിയുന്നത് വരെ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. ഇപ്പോഴേ തുള്ളിച്ചാടിക്കൊണ്ട് കാറ്റത്തിങ്ങനെ പറന്നു നടക്കാൻ തുടങ്ങിയാലേ ആ വസുന്ധരയ്ക്ക് കുശുമ്പ് കൂടിയിട്ട് നിങ്ങളോട് വെറുപ്പ് തുടങ്ങും. പിന്നെ നിങ്ങൾക്കൊക്കെ നല്ല പണി കിട്ടും. അപ്പോ അവരെ പേടിച്ച് നമ്മൾ മിണ്ടാതിരിക്കണോന്നാണോ? അത് തന്നെ. എന്താന്നറിയോ, ആ വസു മനുഷ്യ സ്ത്രീയല്ല, സുനാമിയാ. അവളുടെ പിറകെ നിന്നാ കുഴപ്പമൊന്നുമില്ല. അവളുടെ എതിരെ പോയി നിന്നാലുണ്ടല്ലോ എന്ത് വേണേലും ചെയ്യും. അതെ ശിവാനി, നാളെ വരെ നമ്മൾ വളരെ സൂക്ഷിക്കണം. വസു ഉള്ള സ്ഥലത്ത് പോലും പോവാൻ പാടില്ല. അത് മനസ്സിലായോ? നിനക്കെങ്ങനെ പണി തരാന്ന് ആ വസുന്ധര നോക്കി നടക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ നീ വളരെയധികം ശ്രദ്ധിക്കണം ശിവാനി. നാളത്തെ നിശ്ചയം എങ്ങനെയൊക്കെ തടയാൻ പറ്റൂന്ന് ആ വസുന്ധര ഇപ്പോഴേ ആലോചിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. രാത്രി ശിവാനി ആരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഫ്രണ്ടാണെന്നാ പറഞ്ഞേ. ആ സമയത്ത് കോൾ ചെയ്യുന്ന ഫ്രണ്ട് ആരാ? യെസ്, ഫോൺ ഓപ്പൺ ചെയ്യാൻ പറ്റി. കോൾ ലിസ്റ്റ് നോക്കിയാ നൈറ്റ് ആരോട് സംസാരിച്ചതെന്ന് അറിയാൻ പറ്റും. നൈറ്റ് 11:30. ഈ നമ്പറിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നൈറ്റ് ശിവാനി ഫോൺ ചെയ്തത് ഈ നമ്പറിലേക്കാ. എന്റെ പൊന്നോ, ആ വിനോദ് പിന്നെ ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ബ്രേക്കപ്പ് ചെയ്തല്ലോ, പിന്നെന്തിനാ വിളിക്കുന്നേ? ഏട്ടാ, I will call you back. Okay, പറഞ്ഞോളൂ വസുന്ധര. ശിവാനിയെ പറ്റി ഒരു പ്രധാനപ്പെട്ട തെളിവ് കിട്ടിയിട്ടുണ്ട്. എന്താ വസുന്ധര? രാത്രി 11:30 ശിവാനി ആരോട് ഫോണിൽ സംസാരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല ഏട്ടനോട്. ആ നമ്പര് ഇതാണ് ഏട്ടാ. നമ്മൾ കോൾ ചെയ്യുമ്പോ ഇത് ആരുടെയാണെന്ന് കണ്ടെത്താൻ പറ്റില്ലേ? സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. പെട്ടെന്ന് തന്നെ ഇത് ആരുടെ നമ്പറാണെന്ന് കണ്ടുപിടിക്കണം ഏട്ടാ. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഒരു വഴിയുണ്ട് വസുന്ധര. നമുക്ക് പുറത്തേക്ക് പോവാം. ആ, നമുക്ക് പോകാം. വാ. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. എന്താ കാര്യമെന്ന് പറയൂ. ഒരു ഫോൺ നമ്പറിന്റെ ഓണറിന്റെ ഡീറ്റെയിൽസ് വേണമായിരുന്നു. നമ്പർ പറഞ്ഞോളൂ. സോറി സാർ, സെർവർ ഡൗണാ കാണിക്കുന്നത്. സാരമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെയല്ല, രാവിലെ മുതൽക്കേ സെർവർ ഡൗണാ. പോയിട്ട് നാളേക്ക് വരാമോ? പ്ലീസ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാമോ? അത്രയ്ക്ക് അർജന്റ് ആയതുകൊണ്ടാ. ഓക്കെ മാഡം. കാര്യമില്ല മാഡം, നിങ്ങൾ നാളെ വന്നാലേ നടക്കൂ. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം. രാത്രി മുഴുവൻ ട്രൈ ചെയ്യണം. അഡ്രസ്സ് കിട്ടിയ ഉടൻ തന്നെ
ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം. ഓക്കെ സാർ, നാളെ രാവിലത്തേക്ക് മുന്നേ ശരിയാകോ? ട്രൈ ചെയ്യാം മാഡം. ഇന്ന് തന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കാമായിരുന്നു. ശിവാനിക്കും അയാളും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്നും കണ്ടുപിടിക്കായിരുന്നു. വിഷമിക്കേണ്ട വസുന്ധര, നാളെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. എങ്ങനെയെങ്കിലും നമുക്ക് നിശ്ചയം തടയണം. പോവാം. ശരി എന്നാ. ഓക്കെ സാർ. ഈ പുതിയ നമ്പർ ആരുടെയാ? ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണല്ലോ പറയുന്നത്. എങ്ങനെയെങ്കിലും അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. ഹലോ, ആരാ? ഞാനാ വിനോദ സംസാരിക്കുന്നത്. നീയായിരുന്നോ? എന്തിനാ പുതിയ നമ്പറിൽ നിന്നെ വിളിച്ചത്? പഴയ നമ്പർ ഡെഡായി. വീണ്ടും എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ? നിന്നോട് സംസാരിക്കണം, പുറത്തു വാ. നീ എവിടെയുള്ളത്? നിന്റെ വീടിന്റെ പുറത്ത് തന്നെ ഉണ്ട്. ഇവിടുന്ന് പോ, എനിക്ക് പുറത്തു വരാൻ പറ്റില്ല. നീ പുറത്തു വന്നില്ലെങ്കിൽ ഞാനിപ്പോ അകത്ത് വരും. ഉറങ്ങിക്കിടക്കുന്ന എല്ലാവരെയും എണീപ്പിച്ച് നമ്മുടെ ലവ് സ്റ്റോറി ഞാൻ പറയും. ശരി, അപ്പൊ ഞാൻ അകത്തേക്ക് വരട്ടെ? വേണ്ട വേണ്ട, ഞാൻ തന്നെ പുറത്തേക്ക് വരാം. എന്നോട് നിനക്ക് എന്ത് പറയണമെന്നാ? എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. എനിക്ക് നിന്നെ വേണം. നമുക്ക് കല്യാണം കഴിക്കാം. വെറുതെ മണ്ടത്തരം പറയല്ലേ. നാളെ എന്റെ അഖിലേട്ടന്റെയും കല്യാണം നിശ്ചയാ. അറിയാം, അതുകൊണ്ടാ ഞാൻ ഇപ്പൊ വന്നേ. നീ എന്നെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. പറ്റില്ല. ഓൾറെഡി ഞാൻ നിന്നോട് ബ്രേക്കപ്പ് പറഞ്ഞതല്ലേ. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിക്കോ. എന്താടി പോവാൻ പറയുന്നേ? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ നിന്നെ കൊന്നുകളയും. കൊല്ലൂടി. എന്നെ വിട്. ചാവടി. കൊന്നുകളയും ഞാൻ. ചാവ്. എന്തോ ശബ്ദം കേട്ടല്ലോ. ഇതെന്താ മെയിൻ ഡോർ തുറന്നു കിടക്കുന്നേ? ആരാ തുറന്നത്? ആരാത്?
എന്താടാ നീ എന്തെന്നെ കൊല്ലാൻ നോക്കുവാണോ? സോറി, ആ ഒരു വിഷമത്തിൽ ഞാൻ കഴുത്തിൽ പിടിച്ചതാ. എന്ത് ഇമോഷനാടാ? എന്നെ കുറിച്ച് അറിഞ്ഞിട്ടാണോ നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നേ? ക്യാമ്പസിൽ വെച്ച രവിയുടെ ഗതി എന്തായെന്ന് നിനക്കറിയാവുന്നല്ലേ? എന്നെ നോക്കി ഒരു കമന്റ് അടിച്ചതിന് അവന്റെ മേൽ അറ്റംപ്റ്റ് റേപ്പ് കേസ് കൊടുത്ത് അവനെ ജയിലിലേക്ക് അയച്ചു. ഇനി നിന്റെ മേലും അറ്റംപ്റ്റ് മർഡർ കേസ് കൊടുത്ത് ജയിലിലേക്ക് അയക്കണമെന്നാണോ? അയ്യോ വേണ്ട ശിവാനി, നമ്മള് സ്നേഹിച്ചു, ഇനി നമുക്ക് കല്യാണം കഴിക്കാം. പ്രേമവും ഇല്ല, കല്യാണവും ഇല്ല. ഇനി മേലിൽ നീ ഈ വഴിക്ക് വന്നാ നിന്നെ ഞാൻ അഴി എണ്ണിക്കും. ഗെറ്റ് ഔട്ട്. അത്രേ ഉള്ളൂ ശിവാനി. ഔട്ട്. എന്ത് കാര്യം നീ ചെയ്യുന്നത്? ആ വിനോദമായിട്ട് ബന്ധമില്ലെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? വീണ്ടും ഇതിന് അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്? ഞാൻ അവനെ ഇങ്ങോട്ട് വരുത്തിയതല്ലമ്മേ, അവനായിട്ട് വന്നതാ. ഇന്നലെ രാത്രി ഫോൺ വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഹോസ്റ്റലിലും കോളേജിലും നീ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവൃത്തികളും നിർത്താനല്ലേ ഞാൻ പറഞ്ഞിരുന്നത്? ഞാനെല്ലാം നിർത്തിയതാ അമ്മേ. പക്ഷെ ഇവ മാത്രം നിർത്താതെ എന്റെ പുറകെ നടക്കുവാ. കഷ്ടപ്പെട്ടാ ഞാൻ മുത്തശ്ശി കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. നാളെയാ നിന്റെ അഖിലിനെ കല്യാണ നിശ്ചയം. ഈ സമയത്ത് നിന്റെ പ്രണയം പുറത്തറിഞ്ഞെന്ന് വെച്ചോ, നിനക്കും എനിക്ക് ഉറപ്പായി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയേണ്ടി വരും. പിന്നെ നിനക്ക് ഈ വീട്ടിലെ മരുമകളായിട്ടല്ല പേരക്കുട്ടിയായിട്ട് പോലും നിൽക്കേണ്ടി വരില്ല. അറിയാമേ, അതുകൊണ്ടാ പോലീസ് എന്നും പറഞ്ഞ് അവനിവിടെ ഞാൻ പറഞ്ഞയച്ചത്. ഇനി അവൻ ഈ വഴിക്ക് വരില്ല. ഇവൻ ഒരുത്തം മാത്രമേ ഉള്ളൂ, അത് ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ആഹാ, വേറെ ആരുമില്ല. അമ്മയാണ് സത്യം. നാളെ നിന്റെ വിവാഹ നിശ്ചയമാ. വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാ. വന്നേ. അമ്മേ. ദമയന്തി, ശിവാനി വേഗം തന്നെ ഒരുക്ക്. പൂജാരി കറക്റ്റ് സമയത്തിന് വരുമെന്ന് പറഞ്ഞു. ശരി അമ്മേ, വാ. എന്താ അഖിൽ വല്ലാതിരിക്കുന്നേ? ഇന്ന് നിന്റെ വിവാഹ നിശ്ചയമാ. നീ സന്തോഷമായിട്ടിരിക്കെ. എനിക്ക് താല്പര്യമില്ലാതെ ശിവാനി കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് എങ്ങനെയമ്മേ സന്തോഷമായിട്ട് കഴിയാൻ പറ്റുക? ശിവാനി എല്ലാ വിധത്തിലും നിനക്ക് യോജിച്ച പെണ്ണാ. ഞാൻ വളരെ ആലോചിച്ച ഈ തീരുമാനം എടുത്തത്. എന്നെപ്പറ്റി അമ്മ ആലോചിച്ചിരുന്നോ? നീ എന്നെപ്പറ്റി ആലോചിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞതാ, നീ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ലെന്ന്. എന്താ നന്ദിനി ഇവിടെ തന്നെ ഇരിക്കുന്നത്? പോയി റെഡിയാവ്. ഇന്ന് ശിവാനിയുടെ വിവാഹ നിശ്ചയമാണെന്ന് അറിയില്ലേ? നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ശിവാനിയുടെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നിന്റെ കല്യാണവും ഞാൻ നടത്തും. സന്തോഷമായിട്ടിരിക്കേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. എന്താ ഏട്ടാ ആലോചിക്കുന്നേ? അഖിലിനെ കുറിച്ചാണോ? ഭാസ്കർ, ഭാവനെ, പൂമാലെ മോതിരമൊക്കെ വാങ്ങിയല്ലോ അല്ലേ? പൂജാരി വരാൻ സമയമായി. എല്ലാം റെഡിയാക്കി വെക്കണം. എന്താ? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഇന്ന് ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന്. എന്താ ഭാവനെ? അഖിലിനെ നന്ദിനിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതെ ശിവാനിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ നിനക്ക് ദേഷ്യമാണോ? നന്ദിനിക്കൊരു നല്ല കല്യാണം നടത്തി കൊടുക്കുന്നത് ഇനി എന്റെ ചുമതലയാ. മനസ്സിലായോ? അമ്മ, അഖിലിന് നന്ദിനിയാണ് യോജിക്കുന്നത്. എനിക്ക് ശിവാനിയെ ഇഷ്ടം. എന്റെ അമ്മേ, ശിവാനി അമ്മ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. എന്റെ പേരക്കുട്ടിയെക്കുറിച്ച് എന്നോട് മോശമായി പറയുന്നോ? അവൾ എന്റെ കൺമുന്നിൽ വളർന്ന കുട്ടിയാ. മാത്രമല്ല പഠിച്ച കുട്ടി. ഇപ്പോഴത്തെ കാലത്തെ പോലെ പ്രേമോന്നൊന്നും പറഞ്ഞു വന്നിട്ടില്ല അവള്.
ശിവാനിക്ക് ചീത്ത ശീലങ്ങളോ ചീത്ത കൂട്ടുകെട്ടോ ഇല്ല. അങ്ങനെയുള്ള കുട്ടിയെ ശരിയല്ലെന്ന് പറയുന്നത് എന്താ? അങ്ങനെയല്ല അമ്മേ, അഖിലിന് യോജിച്ചവളല്ലെന്നാ ഞാൻ പറഞ്ഞു വന്നത്. ആർക്കാര് ചേരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആവശ്യമില്ലാതെ ശിവാനിയെ കുറ്റപ്പെടുത്തരുത്. നിശ്ചയത്തിനുള്ള ഏർപ്പാടുകൾ നോക്ക്. മുഹൂർത്തത്തിന് സമയമായി. എടി മോളെ, നിന്റെ മുത്തശ്ശിക്ക് നിന്നെ നല്ല വിശ്വാസമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞാലുണ്ടല്ലോ കഥ കഴിഞ്ഞത് തന്നെ. അറിയാതെ ഞാൻ മാനേജ് ചെയ്തോളാം അമ്മേ. എന്താണ് രണ്ടുപേരും നിന്നിങ്ങനെ പരിങ്ങുന്നത്? ആ ആ, ഒന്നുമില്ല കുഞ്ഞമ്മേ. നിങ്ങളിവിടെ എന്ത് ചെയ്യാ? ഞങ്ങൾ വെറുതെ നിൽക്കുക. എന്തിനാ വെറുതെ നിൽക്കുന്നേ? പോയി റെഡി ആയിക്കൂടെ? ഇപ്പൊ തന്നെ ഒരുക്കി കൊണ്ടുവരാം. നടക്കും മോളെ. ഈ അമ്മയും മോളും എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടല്ലോ. ഏട്ടാ, അവിടെ അമ്മ വിവാഹ നിശ്ചയത്തിന് വേണ്ടി ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുക. ഏട്ടൻ ആ നമ്പറിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അറിയാൻ ശ്രമിക്കോ? ഇപ്പൊ കൂടെ ഞാൻ വിളിച്ചതേ ഉള്ളൂ വസുന്ധര. ആ നമ്പർ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. ആ നമ്പറിലെ അഡ്രസ് ഒക്കെ കണ്ടുപിടിച്ച് തരാമെന്നല്ലേ അവര് പറഞ്ഞത്. അവരെവിടെ നിന്ന് വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചു നോക്കി, ഇപ്പോഴും ഒന്നും അറിയില്ലെന്നാ പറയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? സമയാണെങ്കി പോയിക്കൊണ്ടിരിക്കുക. ഹലോ, ഷുവർ ഷുവർ ഷുവർ, ഞാൻ ദാ വരുന്നു. വസുന്ധര, ഞാനിപ്പോ വരാമേ. ഏട്ടാ, ഈശ്വര, ശിവാനിയെ പറ്റി പറഞ്ഞ അമ്മ വിശ്വസിക്കുകയില്ല. ശിവാനി ഫോണിൽ സംസാരിച്ച ആളെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കണ്ടുപിടിച്ച് തരണേ.